ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് നിർദ്ദേശിക്കണമെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഹൈക്കോടതി ഇടപെടണമെന്നും ആവശ്യം. മുഖ്യമന്ത്രിക്ക് BJP പ്രീണനമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. EP ജയരാജൻ വെറും ഉപകരണമാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുമായി EP ജയരാജന് ബന്ധമുണ്ടെന്ന് സതീശൻ ആവർത്തിച്ചു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി. 17, 22, 23 തീയതികളിൽ വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി ഉത്തരവിട്ടു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് നിർദ്ദേശിക്കണമെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഹൈക്കോടതി ഇടപെടണമെന്നും ആവശ്യം. വിഷയം നാളെ ഹൈക്കോടതി പരിഗണിക്കും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ നിലവിലെ അഗ്നിരക്ഷാ സംവിധാനത്തിൽ അമിക്കസ് ക്യൂറിക്ക് പൂർണ്ണ തൃപ്തിയില്ല. അമിക്കസ് ക്യൂറിമാരായ TV വിനു, പൂജ മേനോൻ, S വിഷ്ണു എന്നിവരാണ് റിപ്പോർട്ട് നൽകിയത്. പ്ലാന്റിലെ പലയിടങ്ങളിലും ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് തുടക്കത്തിലെ തടയണം. ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. BSF പ്ലാന്റ് സജ്ജമാകുന്നതുവരെ ദ്രവ്യമാലിന്യങ്ങൾ സംസ്കരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ ബദൽ സംവിധാനം ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിഷയം നാളെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് പരിഗണിക്കും. മീഡിയ ടൈം, കൊച്ചി. മുഖ്യമന്ത്രിക്ക് BJP പ്രീണനമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. EP ജയരാജൻ വെറും ഉപകരണമാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുമായി EP ജയരാജന് ബന്ധമുണ്ടെന്ന് സതീശൻ ആവർത്തിച്ചു. കേസ് കൊടുത്താൽ തെളിവുകൾ പുറത്തുവിടും, സതീശൻ പറഞ്ഞു. വൈദേകം റിസോർട്ട് അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അറിയാം. അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയും ED അന്വേഷണം നടത്തുക. അപ്പൊ ബുദ്ധിമാനായ ജയരാജൻ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് BJP-കാരനായ കേന്ദ്രമന്ത്രിയായിട്ട് അതിനെ നടത്തി വിട്ടുകൊടുത്തു. അത് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എന്തിനാണ് ഈ നിരന്മയ റിസോർട്ടിന്റെ CEO അടക്കമുള്ള മിസ്റ്റർ മെച്ചാടോ അടക്കമുള്ള ആളുകളും തമ്മിൽ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിലൊക്കെ വാർത്ത കൊടുത്ത് ഇത് തമ്മിൽ മാനേജ്മെന്റ് കോൺട്രാക്ട് ഒപ്പിട്ടെന്ന് ഞാൻ തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോ തരാം. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി. 17, 22, 23 തീയതികളിൽ വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി ഉത്തരവിട്ടു. കർശന നിബന്ധനകളോടെ നടത്താനാണ് അനുമതി. വെടിക്കെട്ട് പ്രദർശനത്തിനായി സമർപ്പിച്ച അപേക്ഷയും സത്യവാങ്മൂലവും ഹൈക്കോടതി വിധിയിലെ നിർദ്ദേശങ്ങളും പരിശോധിച്ചാണ് അനുമതി. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി. കർശന നിബന്ധനകളോടെ നടത്താനാണ് അനുമതി. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് പോർട്ടബിൾ മാഗസിൻ സജ്ജീകരിക്കണം. മാഗസിന് 45 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് കെട്ടി സൈസൻസി സുരക്ഷിതമാക്കണം. എക്സ്പ്ലോസീവ് ആക്ട് ആൻഡ് റൂൾസ് 2008 പ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കണം. വെടിക്കെട്ട് നടക്കുന്ന സന്ദർഭത്തിൽ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശങ്ങളും പെസോ അധികൃതർ, പോലീസ്, ഫയർ എന്നിവർ നൽകുന്ന നിർദ്ദേശങ്ങളും വെടിക്കെട്ട് നടത്തിപ്പുകാരും ആഘോഷ കമ്മിറ്റിയും പാലിക്കണം. വെടിക്കെട്ട് പ്രദർശന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലത്തിൽ മതിയായ ബലത്തിലും സുരക്ഷയിലും ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ മാറ്റി നിർത്തണം. ഡിസ്പ്ലേ ഫയർവർക്സിൽ ഗുണ്ട്, അമിട്ട്, കുഴിമിന്നൽ എന്നിവ ഉപയോഗിക്കരുത്. നിശ്ചിത മാനദണ്ഡങ്ങൾ പ്രകാരം അനുവദിച്ച രീതിയിലും വലിപ്പത്തിലും നിർമ്മിച്ചതും നിരോധിത രാസവസ്തുക്കൾ ചേർക്കാത്തതുമായ ഓലപ്പടക്കങ്ങൾ ഉൾപ്പെടെയുള്ള പെസോ അംഗീകൃത നിർമ്മിത പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മീഡിയ ടൈം, തൃശൂർ. രാജ്യത്തിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചു. മാർച്ച് 22-ന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നാണ് ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ആഹ്വാനം. ഇതറിയിച്ചുകൊണ്ടാണ് ലത്തീൻ പള്ളികളിൽ സർക്കുലർ വായിച്ചത്. രാജ്യത്ത് ന്യൂനപക്ഷാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നുമാണ് ലത്തീൻ അതിരൂപതയുടെ സർക്കുലർ. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി
ഉപവാസ പ്രാർത്ഥന ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് അതിരൂപത തയ്യാറാക്കിയ സർക്കുലറിലാണ് വിമർശനം. ഈ മാസം 22-ന് അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നും സർക്കുലറിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. മാർച്ച് 22-ന് ഉപവാസ പ്രാർത്ഥന ദിനം ആചരിക്കണമെന്ന് ഇന്ത്യൻ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തിരുന്നു. മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദാന്തരീക്ഷം തകർത്തു. മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഹനിക്കപ്പെടുകയാണ്. ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ പതിവ് സംഭവമായി മാറിയെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. അതേസമയം രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന തൊട്ടടുത്ത ദിവസം തന്നെയാണ് സർക്കുലർ വായിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. മീഡിയ ടൈം, കൊച്ചി. എടത്തിരുത്തിയിൽ ബൈക്ക് അപകടത്തിൽ കോട്ടപ്പുറം സ്വദേശിയായ യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ കമറുദ്ദീൻ്റെ മകൻ മുഹമ്മദ് സൽമാനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ 12:30 എടത്തിരുത്തി കുമ്പളപ്പറമ്പിനടുത്തായിരുന്നു അപകടം. സുഹൃത്തുക്കളോടൊപ്പം ബൈക്കുകളിൽ എടമുട്ടത്ത് പോയി തിരികെ ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്നതിനിടെ സൽമാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വളവിൽ തെന്നിമറിഞ്ഞ് വീണതിനെ തുടർന്ന് പുറകിൽ വന്ന ബൈക്കും കൂട്ടിമുട്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഉടൻ തന്നെ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും സൽമാൻ മരണപ്പെടുകയായിരുന്നു. സൽമാന്റെ ഒപ്പമുണ്ടായിരുന്ന മാപ്രാണം മാടായിക്കോണം സ്വദേശികളായ ഷെയ്ൻ, മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സൽമാന്റെ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. ഇനി നാട്ടിൽ നടന്നത്. ആലുവയിൽ യുവാവിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി. ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഇന്നോവ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. കാറിലെത്തിയ സംഘം യുവാവിനെ മർദ്ദിച്ച ശേഷം കാറിലേക്ക് പിടിച്ചുകയറ്റി കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിസരങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. 4 ദിവസം മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മറ്റൊരാളെ തട്ടിക്കൊണ്ടുപോയെങ്കിലും ഇയാളെ പിന്നീട് വിട്ടയച്ചിരുന്നു. മാളയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മാള ജുമാ മസ്ജിദ് ഇമാം സുബൈർ മഞ്ഞാനി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി A അഷ്റഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ NS വിജയൻ, ES സാബു, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PD ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വക്കച്ചനം ബൂക്കൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നിഖിൽ മാർട്ടിൻ, രാജീവ് ഉണ്ണികൃഷ്ണൻ, മഹേഷ് അല്ലിങ്കൽ, ജസീൽ അലങ്കാരത്ത്, രാഹുൽ മേത്തല തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡീലേഴ്സ് അസോസിയേഷൻ CITU പ്രഥമ ജില്ലാ കൺവെൻഷൻ വരന്തരപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. CITU കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ, CITU വരന്തരപ്പള്ളി പഞ്ചായത്ത് കൺവീനർ സന്തോഷ് തണ്ടാശ്ശേരി, NA സന്തോഷ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് PK ശിവരാമൻ, വർക്കിംഗ് പ്രസിഡന്റ് സന്തോഷ് തണ്ടാശ്ശേരി, സെക്രട്ടറി NA സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി PK അശോകൻ, ട്രഷറർ ലൈവിൻ സേവ്യർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വെള്ളം കയററുത്ത് വിട്ട് നശിച്ച നിലയിൽ കണ്ടെത്തി. കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള തുമ്പ എന്ന വെള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. അഴീക്കോട് പൂച്ചക്കടവിൽ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന വള്ളം പണി പാതിവഴിയിൽ നിലച്ച ഹാർബറിനടിയിൽ തള്ളിക്കയറ്റിയ നിലയിലാണ് കണ്ടെത്തിയത്. വള്ളത്തിന്റെ അടിഭാഗം തകർന്ന നിലയിലാണ്. 2 എഞ്ചിനുകൾക്കും കേടുപാട് സംഭവിച്ചതായി വള്ളത്തിന്റെ ഉടമ പറഞ്ഞു. KPMS തൃശൂർ ജില്ലാ സമ്മേളനം മാളയിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV ഉമേഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ KPMS സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. മാസ്റ്റർ ഡാവിഞ്ചി, അനൂപ് പുതിയേടത്ത് എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. CA ശിവൻ, PK സുബ്രൻ, PC വേലായുധൻ, വത്സല നന്ദൻ, അജിത കൃഷ്ണൻ, KT ചന്ദ്രൻ, EV സുരേഷ്, TK മുരളി, PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു.
മഞ്ഞും മഴയും വെയിലും സഹിച്ച് രാജ്യത്തിനു വേണ്ടി ത്യാഗമനുഭവിച്ച വിമുക്ത ഭടന്മാരുടെ ചികിത്സയിൽ തുടർന്നു വരുന്ന അപാകതകൾ അടിയന്തിരമായി പരിഹരിക്കണമെന്ന എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷൻ പുത്തൻവേലിക്കര യൂണിറ്റ് വാർഷിക സമ്മേളനം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വൺ റാങ്ക് വൺ പെൻഷൻ പരിഷ്കരണത്തിലുണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MP ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബാലൻപിള്ള അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PS ശിവൻ, KB ജോർജ്, MV വാരിജാക്ഷൻ എന്നിവർ സംസാരിച്ചു. റമളാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി എറിയാട് സാന്ത്വനം പാലിയേറ്റീവ് കെയറിൻ്റെ കീഴിൽ നിർധനരായ 400 കുടുംബങ്ങൾക്കുള്ള ഇഫ്താർ കിറ്റ് വിതരണം നടത്തി. എറിയാട് പുതിയ റോഡ് സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഹാളിൽ നടന്ന ചടങ്ങിൽ PV അബ്ദുൽ ഹാജി അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇഫ്താർ കിറ്റ് വിതരണം വാർഡ് മെമ്പർ സന്തോഷ് പുളിക്കൽ നിർവഹിച്ചു. ചികിത്സാ സഹായ വിതരണം കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് EK സോമൻ നിർവഹിച്ചു. KM അബ്ദുൽ ജബ്ബാർ, VK അലി, ഇബ്രാഹിം വേടിയിൽ എന്നിവർ പ്രസംഗിച്ചു. കേരള വിശ്വകർമ്മ മഹിളാ സംഘം മേത്തല ശാഖ പൊതുയോഗം നടന്നു. ചേരമാൻ തെരുവിൽ നടന്ന യോഗം സംസ്ഥാന സെക്രട്ടറി TK കലാശിവൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PC രാജിമോൾ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ എന്റർപ്രൈസർ ഡെവലപ്മെന്റ് ഓഫീസർ VK കീർത്തി പഠന ക്ലാസ് നയിച്ചു. AR സുബ്രഹ്മണ്യൻ, സാവിത്രി പ്രഭാകരൻ, TP രാജൻ, TB സുരേഷ് ബാബു, നിത രാധാകൃഷ്ണൻ, NK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TN സജീവൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM മോഹൻരാജ്, K ജഷീല, അജിത പടാരിൽ, ജില്ലാ കമ്മിറ്റി അംഗം VK മുജീബ് റഹ്മാൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA നസീർ, ഉപജില്ലാ സെക്രട്ടറി PC സിംല, ട്രഷറർ VM റിയാസ് എന്നിവർ സംസാരിച്ചു. UDF ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PD സജീവൻ അധ്യക്ഷനായി. നേതാക്കളായ അനിൽ പുളിക്കൻ, KA ഹാറൂൺ റഷീദ്, MK അബ്ദുൽ സലാം, CC ബാബുരാജ്, CS രവീന്ദ്രൻ, KF ഡൊമിനിക്, PK മുഹമ്മദ്, SA സിദ്ദീഖ്, മുജീബ് റഹ്മാൻ, സുനിൽ P മേനോൻ, EK മുഹമ്മദ് ഹാജി, സജയ് വയനപ്പിള്ളി, ഉമറുൽ ഫാറൂഖ്, KK അൻവർ, ഷജിൽ തറയിൽ, അൻവർ ചാമക്കാല തുടങ്ങിയവർ സംസാരിച്ചു. കൊമ്പത്തുകടവ് മുട്ടിക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായി കൊടിയേറ്റം നടത്തി. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ കൊടിയേറ്റത്തിനും ദിവ്യബലിക്കും നേതൃത്വം നൽകി. കോട്ടപ്പുറം രൂപത എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ ഷിജു കല്ലറക്കൽ വചന പ്രഘോഷണം നടത്തി. മാർച്ച് 19 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് തിരുനാൾ ദിവ്യബലിയും ഊട്ടുനേർച്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് നിർദ്ദേശിക്കണമെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഹൈക്കോടതി ഇടപെടണമെന്നും ആവശ്യം. മുഖ്യമന്ത്രിക്ക് BJP പ്രീണനമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. EP ജയരാജൻ വെറും ഉപകരണമാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുമായി EP ജയരാജന് ബന്ധമുണ്ടെന്ന് സതീശൻ ആവർത്തിച്ചു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി. 17, 22, 23 തീയതികളിൽ വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി ഉത്തരവിട്ടു. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.